ആശുപത്രി വളപ്പിലിരുന്ന് മദ്യപിക്കുന്നതായി അധികൃതർക്ക് പരാതി നൽകിയ സെക്യൂരിറ്റി ജീവനക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. പെരിങ്ങള്ളൂർ ചാമവള വീട്ടിൽ ലൂക്കോസിനെയാണ് ആയുധവുമായി എത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവർ വെട്ടിപ്പരിക്കേൽപ്പിച്ചതായി പരാതി ഉയർന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസം രാത്രിയിലാണ് ആശുപത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലൂക്കോസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ ഇയാൾ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തന്നെ ആക്രമിച്ച ആൾ സ്ഥിരമായി ആശുപത്രി വളപ്പിൽ മദ്യവും കഞ്ചാവും ഉപയോഗിക്കാൻ എത്തുമായിരുന്നുവെന്നും ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ആശുപത്രി അധികൃതരെ അറിയിപ്പിച്ചതിന്റെ വൈരാഗ്യമായാണ് തന്നെ ആക്രമിച്ചതെന്നും ലൂക്കോസ് പറയുന്നു. ഇന്നലെ സംഭവിച്ചത് ഞാനിടയ്ക്ക് സ്വിച്ചറിനകത്ത് ഒരു രോഗി തെളിവ് ഒട്ടൊക്കെ നീ എന്റെ വണ്ടി വിടുന്നു പൊലിറ്റീഷനെ എടുത്തോണ്ട് പോയിക്കോടാ മറ്റേ മോനെന്ന് പറഞ്ഞ് പിന്നെ അങ്ങ് തള്ളയ്ക്കുന്നുണ്ടെങ്കിൽ സകല തെറിയും വിളിച്ചുണ്ടായിരുന്നു. ആ വന്ന് തന്നെ ഉപദ്രവിച്ചു. അപ്പോൾ അവിടെ എത്ര പേരൊപ്പം ഉണ്ട്. അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിസ്സഹായോണ്ടിരുന്നു. അവൻ്റെ കൂടെ വേറൊരുത്തനും ഉണ്ട് അവിടെ. അത് കഴിഞ്ഞ് ആ വഴക്ക് കഴിഞ്ഞ് അങ്ങ് പോയിട്ട് ഞാൻ അങ്ങ് മേളിൽ കയറി ആശുപത്രിയുടെ അകത്തോട്ട് കയറുന്ന വാതിലിൻ്റെ അവിടെ സ്റ്റൂളിലിരിക്കുമ്പോഴാണ് ഇവൻ കൊടുവാളമായിട്ട് കയറി വരുന്നത്. കൊടുവാളൊന്നും ഞാൻ കണ്ടില്ല. ഇവൻ അടുത്ത് വന്ന് ഞാൻ അങ്ങോട്ട് കയറി ഈ കൊടുവാള് നിനക്കായിട്ട് വയ്ക്കാന്ന് പറഞ്ഞ ഭയങ്കരം കൊടുവാളെടുത്ത് അങ്ങ് വെട്ടും അങ്ങോട്ടില്ല. മർദ്ദനമേറ്റ ഇയാളുടെ പരാതിയെ തുടർന്ന് അഞ്ചൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.